മെഡിക്കൽ ടേംസിൽ ഇതിനെ സൈനോമാനിയ അഥവാ സിഗ്നോമാനിയ എന്ന് പറയും. സിഗ്നോമാനിയ എന്ന് പറയും. ചില ആൾക്കാർ പാത്രം കഴുകിയാൽ എത്ര കഴുകിയാലും അവർക്ക് തൃപ്തി വരത്തില്ല, വീണ്ടും വീണ്ടും കഴുകിക്കൊണ്ടിരിക്കും. ചിലർ കൈ കഴുകിയാൽ അവർക്ക് തൃപ്തി വരില്ല. ചിലർക്ക് കുളിയാണ്, അവർ കുളിച്ചുകൊണ്ടേയിരിക്കും, എത്ര കുളിച്ചാലും അവർക്ക് തൃപ്തി വരില്ല. ഒബ്സസീവ് കമ്പൽസീവ് സിൻഡ്രോം എന്ന ഒരു വകഭേദമാണ്. ഇതിന് മലയാളത്തിൽ എന്ത് പറയും സാർ? മലയാളത്തിൽ ഒപ്പിടലോട് ഒപ്പിടൽ എന്ന് പറയും. എൻ്റെ ഭാര്യയുടെ അസുഖം മാറൂ. ഞാൻ പഠിച്ച മനഃശാസ്ത്ര പ്രകാരം 1 മാസം ഞാൻ ഗുളിക കൊടുക്കുകയാണെങ്കിൽ ഈ അസുഖം ഭേദപ്പെടും. അല്ല, ഒരു പക്ഷേ സാറ് പഠിച്ച മനഃശാസ്ത്രം ശരിയല്ലെങ്കിൽ തൻ്റെ സംസാരം ശരിയല്ല. ചോദിക്കും. എൻ്റെ ഭാര്യ എങ്ങനെ ഈ നിലയിൽ എത്തി എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഒരു അതായത് ഏത് നിലയിൽ? അല്ല, ഞാൻ പുള്ളിയെ ഹിപ്നോട്ടൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ഹിപ്നോട്ടൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തെളിവായ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം. വളരെ ദരിദ്രമായ ബാല്യമായിരുന്നു മണ്ടുവിൻ്റേത്. ചുറ്റുമുള്ളവർ ആഡംബരപൂർണമായ ജീവിതം നയിച്ചപ്പോൾ ഈ കുട്ടി അതൊക്കെ നോക്കി നിന്നു അസൂയയോടുകൂടി. ഇതിൻ്റെ മനസ്സ് എന്താ ഒരു കാര്യം നിങ്ങൾ ഒന്നും പറയണ്ട, ഉണ്ടായിരിക്കും. ചോദിക്കും പെട്ടെന്ന് ചോദിക്കും. ബട്ടൺസ് ഇട്ടല്ലേ ഷർട്ടിന് ബട്ടൺസ് ഇട്ടു? സാധാരണ 2 തുറക്കും. ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ അവളുടെ മനസ്സിലൊരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയും പണം ഉണ്ടാക്കണം. പിന്നെ അവൾ പഠിച്ചു, എഞ്ചിനീയർ ആയപ്പോഴും അവളുടെ മനസ്സിലൊന്നായിരുന്നു മോഹം, എങ്ങനെയും പണം ഉണ്ടാക്കണം. പിന്നെയാണ് അവൾക്കൊരു കാര്യം വ്യക്തമായത്, അവളുടെ ഒപ്പിന് ലക്ഷങ്ങളുടെ വിലയുണ്ടെന്ന്. മണ്ടുവിൻ്റെ ഒരൊപ്പിന് ലക്ഷങ്ങളുടെ വിലയുണ്ടെന്ന്. ഇത് കാരണം മണ്ടു തൻ്റെ മുമ്പിൽ വരുന്ന ഫയലുകളിലൊന്നും ഒപ്പുവെച്ചില്ല, എല്ലാം തിരസ്കരിച്ചു. അപ്പോഴാണ് മണ്ടു ഗർഭിണിയാണെന്ന് അറിയുന്നത്. എംബ്രിയോ ഡയഗ്നോസിസ് ചെയ്ത ഡോക്ടർ, ഗർഭിണിയായിരുന്നപ്പോൾ എംബ്രിയോ ഡയഗ്നോസിസ് ചെയ്ത ഡോക്ടർ പറഞ്ഞു, ഒരു പക്ഷേ, മണ്ടുവിൻ്റെ മുഖത്തോക്കിയാണ് പറഞ്ഞത്, ഒരു പക്ഷേ മണ്ടുവിന് ജനിക്കാൻ പോകുന്ന കുട്ടി മന്ദബുദ്ധിയായിരിക്കും. ഇയാളെ പോലെ. അപ്പൊ ആ ഡോക്ടർ കാരണമാണ് എൻ്റെ ഭാര്യയ്ക്ക് ഈ കുഴപ്പം ഉണ്ടായതല്ലേ? അതല്ല, അത് അവിടെ അടിസ്ഥാന കാരണം കിടക്കുന്നത് അവിടെയല്ല. അടിസ്ഥാന കാരണം വേറെ. അടിസ്ഥാന കാരണം അതല്ല. അതായത് ഇത് കേട്ട ഡോക്ടർ മുഖത്ത് നോക്കി ഇത് പറഞ്ഞതോടുകൂടി ഇവർ ഷോക്കായി. മണ്ടു ആകെ ഷോക്കായി. അതിൽ നിന്ന് ഭയങ്കര പശ്ചാത്താപം ഉണ്ടായി. ഈ പശ്ചാത്താപം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ചുരുക്കി പറഞ്ഞാൽ തലയ്ക്ക് സുഖമില്ലാതായി. സാർ, ഇതിപ്പം മാറിക്കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? ഇല്ല, ഇത് മാറിക്കഴിഞ്ഞാൽ പിന്നെ കൈക്കൂലി വാങ്ങില്ല. അഴിമതി ചെയ്യാൻ പറ്റില്ല. മനസ്സിൽ ഇത് കിടക്കല്ലേ. വാങ്ങില്ല പിന്നെ ഞങ്ങൾ അപ്പോൾ വേറെ നിങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും അവിടെ നിന്ന് വാങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ട്രാൻസ്ഫറോ വല്ലതും വാങ്ങിച്ച് വല്ലയിടത്തോട്ടൊക്കെ പോകുന്നതായിരിക്കും നല്ലത്. ഇല്ല, എൻ്റെ ഭാര്യയുടെ അസുഖം മാറണതിൽ നിങ്ങൾക്ക് താല്പര്യമില്ല അല്ലേ? കൈക്കൂലി അതാണ് മാറണോണ്ടല്ലേ. അപ്പോൾ ഞാൻ തന്ന മരുന്ന് കൃത്യമായിട്ട് കൊടുത്താൽ 1 മാസത്തിനകം ഈ വിഭ്രാന്തി ശമിക്കും. അപ്പം ശരി സാർ, എന്നാ ഞങ്ങൾ പ്രാർത്ഥിക്കണേ. പൈസ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൂടെ തരാം. ഇനി വരുവാണല്ലോ, അടുത്ത മാസം വരണമല്ലോ, അപ്പം തരാം. ഓരോ ലളിത ഓരോ കാശ ചോദിക്കും. അവര് പോയതുകൊണ്ടാണ്. എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ട്. എനിക്ക് കണ്ടപ്പോഴേ തോന്നി ഇത് പാരമ്പര്യമാണ്. അപ്പം ഇത് മാറൂലേ സാർ? ചിലപ്പോൾ കൂടും. വിട്. സാറിന് ഇത് പാരമ്പര്യമാണോ?